നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 40 ലക്ഷം രൂപ ചെലവഴിച്ച് RPL 2J കോളനി മുതൽ RPL 9B കോളനി വരെയുള്ള 2 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. വാർഡ് മെമ്പർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ സ്വാഗതം പറയുകയും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലൈല ബീബി, RPL മാനേജർ ജയപ്രകാശ്, RPL ഡയറക്ടർ ബോർഡ് മെമ്പർ അജയ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു 25 വർഷത്തിന് മുമ്പ് 2000-ൽ ലൈല ബീബിയും ആദ്യമായി പഞ്ചായത്ത് മെമ്പറാവുന്നു, ഞാനും ആദ്യമായി പഞ്ചായത്ത് മെമ്പറാവുന്നു. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് കുറച്ചു കാലം വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായി ഞാൻ ആലോചിച്ചത് നമുക്ക് RPL മേഖലയ്ക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് അന്ന് ആലോചിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആട്ടിനെ കൊടുക്കാം, കോഴിയെ കൊടുക്കാം, ഇതല്ലാതെ ഒരു പണി ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു ആ കാലഘട്ടത്തിലൊരവസ്ഥ. വേണമെങ്കിൽ കുറച്ച് കോഴിയെ കൊടുക്കാം. അപ്പം അതവിടെ നിന്ന് ഒരുപാട് മാറി ഇപ്പോൾ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്കാണ് നമുക്കിവിടെ എത്തിയത്. ഈ റോഡ് ആദ്യത്തെ പൈസ അല്ല, നമ്മൾ അറിഞ്ഞു പോവുക. കൂവക്കാട് ഓൺസി കോളനി റോഡ് ആണ് ആദ്യം വെച്ച് 20 ലക്ഷം രൂപ. ആ 20 ലക്ഷം രൂപ എടുത്തിരുന്ന കോൺട്രാക്ടർ യഥാസമയം വർക്ക് ചെയ്യാതെ 2 വർഷം പെൻഡിങ് ഇട്ടു. ആ 2 വർഷം പെൻഡിങ് ഇട്ടതുകൊണ്ട് അയാൾക്കെതിരെ നടപടി സ്വീകരിച്ച് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തിയിട്ട് വീണ്ടും ടെൻഡർ നടത്തി. അതിപ്പോൾ പുതിയൊരു കരാറുകാരൻ, നമ്മുടെ അജയ് പ്രസാദിൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ളൊരു പുതിയ കരാറുകാരൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ വർക്ക്. രണ്ടാമതാണ് നമ്മൾ ആലോചിക്കുന്നത്, വീണ്ടും ഒരു 40 ലക്ഷം രൂപ എങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കോളനി എന്നുള്ള നിലയിലേക്ക് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അത് ആലോചനയ്ക്ക് വിധേയമാക്കാൻ ഈ പറഞ്ഞ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. അജയ് പ്രസാദ് അടക്കമുള്ളവർ ഓർമ്മിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അത് കൂടാതെ നമ്മുടെ തന്നെ സഹോദരന്മാരാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന, ഞാൻ മാനേജരോട് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇത് പറയുകയാണ്, നമ്മുടെ ചന്ദനക്കാവ് പച്ചക്കട റോഡ്, കോളനി റോഡ്, അതിപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട്. അത് ഈ വർഷത്തെ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ 40 അപ്പുറത്ത് 20, അതിൻ്റെ അപ്പുറത്ത് 20, ഇത് കൂടാതെ നമ്മൾ നിരവധിയായിട്ടുള്ള സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിനുള്ള ഒരവസരം കിട്ടിയതും സന്തോഷമുണ്ട്. ഒരു വർഷം പദ്ധതി തുകയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തുകയിൽ എല്ലാവർക്കും വീതം വെച്ച് വരുമ്പം കൂടിപ്പോയാൽ ഒരു 10 ലക്ഷം രൂപ, അതിനപ്പുറത്തോട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാഹചര്യത്തിലാണ് ഇവിടെ സുജിത്ത് മെമ്പറെ ഏറെ സഹായിക്കുന്നത് ചന്ദ്രകുമാർ മെമ്പറാണ്. ഏറെ കാര്യങ്ങൾ, കാരണം ഈ വാർഡിൻ്റെ കാര്യങ്ങളിലും എല്ലാം ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിനുമെല്ലാം. അപ്പം നമ്മൾ ഈ റോഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിന് നൽകണമായിരുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് റോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തു RPL മേഖലയിലുള്ള മുഴുവൻ റോഡുകളും ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചു കൊടുത്തു. തുടർന്ന് ഈ റോഡിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ച ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.